ഒരു ബിസിനസ്സിനെ മാർക്കറ്റിംഗ് ചെയ്ത് ഗ്രോത്ത് സ്റ്റേജിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ ഗ്രോത്ത് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മെട്രിക്സുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പൊ ഗ്രോത്ത് മാർക്കറ്റിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെട്രിക്സുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അതിലൊന്ന് ക്ലയന്റ് കൺവേർഷൻ റേറ്റ്, എത്ര പെർസെന്റേജ് ലീഡ്സുകൾ പേബിൾ ക്ലയന്റ് ആയി മാറിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, ഒരു ബിസിനസ്സിന് വന്ന ഒരു കസ്റ്റമറിൽ നിന്ന് എത്രത്തോളം റവന്യൂ ആ ബിസിനസ് ജനറേറ്റ് ചെയ്തു, അതാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. അഥവാ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സർവീസിന് മന്ത്ലി 10,000 ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ ക്ലയന്റ് ഒരു 6 മാസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ലൈഫ് ടൈം, ആ ഒരു ക്ലയന്റിന്റെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ 60,000 രൂപ ആയിരിക്കും. പിന്നെ ഉള്ളത് കസ്റ്റമർ ചാം റേറ്റ്, ഒരു ബിസിനസിന്റെ സർവീസിൽ നിന്നും കസ്റ്റമർ ലീവ് ചെയ്യുന്ന റേറ്റ് ആണ് കസ്റ്റമർ ചാം റേറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമർ ചാം റേറ്റ് കൂടാനുള്ള കാരണം ആ ബിസിനസിന്റെ സർവീസ് മോശമായിരിക്കാം, അല്ലെ ആ ബിസിനസിന്റെ സർവീസ് പോരാ എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ചാം റേറ്റ് കൂടും. പിന്നുള്ളത് ക്ലയന്റ് റിട്ടൻഷൻ റേറ്റ്, എത്ര പെർസെന്റേജ് ക്ലയന്റ് ഓവർ പീരീഡ് നിന്നു, അതാണ് കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്. പിന്നുള്ളത് ആവറേജ് റവന്യൂ പെർ ക്ലയന്റ്, അഥവാ ഒരു കസ്റ്റമർ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആവറേജ് റവന്യൂ എത്ര കൊണ്ടുവരുന്നുണ്ട്. പിന്നുള്ളത് സെയിൽസ് പൈപ്പ് ലൈൻ വെലോസിറ്റി, അഥവാ ഒരു ലീഡ് എത്രത്തോളം ഫാസ്റ്റിൽ കസ്റ്റമർ ആക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. പിന്നുള്ളത് നെറ്റ് പ്രൊമോട്ടർ സ്കോർ, ഒരു ബിസിനസിന്റെ ക്ലയന്റ് ആ ഒരു ബിസിനസിനെ എത്രത്തോളം റെഫർ ചെയ്യാൻ സാധ്യതയുണ്ട്, അതാണ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ. പിന്നെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അഥവാ ഒരു കസ്റ്റമറെ കിട്ടാൻ എത്രത്തോളം ആഡ് ചെയ്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അഥവാ എത്രത്തോളം എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്, അതാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. പിന്നെ റെഫറൽ റേറ്റ്, എത്ര പെർസെന്റേജ് ക്ലയന്റ് ആ ബിസിനസിനെ റെഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ കാൽക്കുലേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ മെട്രിക്സ് എന്ന് കമന്റ് ചെയ്യും.